ഇസ്രായേലിൽ യുദ്ധവും അതിന്റെ കെടുതി ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹുവിനെ വിചാരണ ചെയ്യണമെന്ന കോടതിയുടെ ഉത്തരവാണ്. രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന സംഭവമായി ഇസ്രായേലിന്റെ അകത്തും പുറത്തും ഇത് മാറിയിരിക്കുകയാണ്. പറയുന്ന കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അഴിമതിക്കാരനാണ്. അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുദ്ധമുണ്ടാവുന്നത്. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മൂർധന്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവധികളൊക്കെ കോടതിയിൽ നിന്ന് നെതന്യാഹു ആവശ്യപ്പെടുകയും എന്നാൽ പല ഘട്ടങ്ങളിൽ അത് നിരസിക്കുകയും ഏറ്റവും ഒടുവിലായി അത് അംഗീകരിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിന്റെ കെടുതിയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒഴിവ് കഴിവുകൾ കോടതിയോട് പറഞ്ഞത്. എന്നാൽ നിർബന്ധമായ രീതിയിലും ഹാജരാവണം എന്ന് കോടതി കർക്കശമായി പറഞ്ഞതോടുകൂടി കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ വിഷയകാര്യങ്ങളൊക്കെ, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചത്. എന്നാൽ വിചാരണയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ വിവാദം എന്ന് പറഞ്ഞാൽ സാറ നെതന്യാഹു അഴിമതിയുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. എല്ലാവിധ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥിതിയിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നുള്ളതും ഈ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സാറ നെതന്യാഹുവിന് പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ ഇസ്രായേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം, പ്രതിരോധം നഷ്ടപ്പെട്ട യുദ്ധമാണ് യമനുമായിട്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം രോഗസംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ചികിത്സ തേടിയിരിക്കുന്ന വിവരവും ഓപ്പറേഷൻ നടക്കണം എന്നുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ഏതെങ്കിലും പൊതുവായിരിക്കുന്ന ആശുപത്രിയിൽ വെച്ച് ചികിത്സ നേടാൻ പ്രയാസമാണ്. ആയതിനാൽ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തിന് ചികിത്സ നടത്തുകയാണെന്നും ഓപ്പറേഷൻ വേണ്ടിവരും എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം 2-3 വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഒന്ന് അഴിമതി കേസ്, രണ്ടാമത്തെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മൂന്നാമത്തേത് യമന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ 3 വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കാത്ത പ്രതിസന്ധിയായിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇത് ഏത് തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടത് എന്ന് പോലും സർക്കാരിന് അറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. രാജ്യത്തിന്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നാൾക്കുനാൾ ശക്തമായിട്ട് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗവൺമെന്റ് തിരിച്ചു പോരാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് കുടിയിറക്കപ്പെട്ട ആളുകൾ ഇവിടെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. അവർ തങ്ങളിപ്പോൾ ദേശമില്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്, അതിന് പരിഹാരമുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അകത്ത് നടക്കുകയാണ്. അപ്പോൾ രാജ്യത്തിന്റെ അകത്തും രാജ്യത്തിന്റെ പുറത്തും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ രൂക്ഷമാണ്. ഇതിനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് പല ഘട്ടങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിലും ദീർഘദൂര യുദ്ധങ്ങൾ, ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ സാധാരണഗതിയിൽ അവർ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ കഠിനമായിരിക്കുന്ന മുറിവേൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന് വന്നുപെട്ടിരിക്കുന്നു. ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അന്താരാഷ്ട്ര മേഖല വലിയ രീതിയിലുള്ള ചർച്ചയിൽ വരികയും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെല്ലാം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തുരുത്തായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ചില മീഡിയകൾ തന്നെ അഭിപ്രായപ്പെടുന്നു. രാഷ്ട്രീയപരമായ യുദ്ധസംബന്ധമായ രീതിയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ, മറ്റുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാതെ, അതോടൊപ്പം തന്നെ UN സഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും വിമർശനവും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഈ യുദ്ധം വല്ലാതൊന്നും മുന്നോട്ട് പോകില്ല. ഇസ്രായേൽ വിജയിച്ച് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള അഭിപ്രായം ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രതിസന്ധിയും ഒരേ സമയത്തിൽ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് പഴയ രൂപത്തിൽ ഇസ്രായേൽ സാധ്യമാകുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇടപെടലുകൾ ഏത് തരത്തിലാണ് ഇനി ഉണ്ടാവാൻ പോകുക, അടുത്ത മാസം അധികാരത്തിലേറാൻ പോകുന്ന റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമീപന രീതികൾ എങ്ങനെയാണ് എന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇതൊക്കെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സാറ നെതന്യാഹുവിനെതിരെ പുതിയൊരു കേസുമായിട്ട്
ഈ കോടതി മുന്നോട്ട് വന്നത് അതോടുകൂടി ഒന്നുകൂടി പ്രതിസന്ധിയാവുകയാണ്. ഇതിന്റെ തൊട്ട് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ നെതന്യാഹുവിന്റെ മകന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ വന്നത്. പബ്ലിക് മേഖലയിൽ വെച്ച് വിവാഹം നടത്താൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലെബനാൻ ആണെങ്കിലും യമനാണെങ്കിലും ആകാശ യുദ്ധം നടത്തുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തെയും നമ്മുടെ ഉദ്ദേശത്തെയും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ കൃത്യമായിരിക്കുന്ന നമ്മുടെ മേഖല മനസ്സിലാക്കിക്കൊണ്ട് അക്രമം നടത്തുകയും അത് ലക്ഷ്യം കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ഒരു പബ്ലിക്കായിരിക്കുന്ന ഒരു വിവാഹം എത്രത്തോളം സുരക്ഷാ വീഴ്ച ഉണ്ടാവും അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നടത്താൻ വേണ്ടി പറ്റുമെന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ ഒരു പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത് സാറാ നെതന്യാഹുവിനെതിരെ കേസ് നടത്തണം അല്ലെങ്കിൽ വിചാരണ നേരിടണം എന്നുള്ളൊരു വിഷയം കൂടി വന്നത്. ഇതിന്റെ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ചർച്ചകളും ഇസ്രായേലിന്റെ പത്രം മീഡിയകൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. 2-3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അഴിമതി കേസിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിമർശിക്കുന്ന വിമതപക്ഷത്തെ ഒതുക്കാൻ വേണ്ടി ശാരീരികപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ശ്രമം നടത്തിയതിൽ സാറാ നെതന്യാഹു നേരിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു രീതി പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ അകത്ത് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള വിഷയമാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന നെതന്യാഹു. അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. 75 വയസ്സായിരിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോഴും അഴിമതി നടത്തുകയാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ പ്രതിപക്ഷം തന്നെ പല ഘട്ടങ്ങളിലും ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് ഒരു ആവർത്തനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അഴിമതി കേസിൽ ഒരുപാട് വിചാരണ ചെയ്യേണ്ട വ്യക്തിയാണ്. പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, രാജിവെച്ച് പോകേണ്ടതാണ്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയായി തുടരുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ പ്രതിപക്ഷം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്നത് സാറാ നെതന്യാഹുവിന് ഇത് പങ്കാളിത്തം വഹിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ സുരക്ഷാ രഹസ്യം ആർക്കാണ് ചോർത്തി നൽകിയത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണം വേണമെന്നുള്ളതാണ് കാര്യം. ഇപ്പോഴത്തെ അക്രമങ്ങളെല്ലാം അത് യമന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ലെബനാന്റെ ഭാഗത്തുനിന്നോ ഒക്കെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എയർപോർട്ടുകൾ, ആയുധ സംവിധാനങ്ങൾ, സൈനിക മേഖലകൾ, ആണവായുധ മേഖല ഉണ്ട് എന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശത്രുപക്ഷത്തു നിന്നുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏറെക്കുറെ അവർ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും ഈ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടും ആയുധ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടും സൈനിക മേഖലയായിട്ട് ബന്ധപ്പെട്ടും മൊസാദിന്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ടും അക്രമം നടത്താനും ഈ അക്രമം ലക്ഷ്യത്തിലെത്താനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലിന്റെ അകത്തുള്ള അതീവ രഹസ്യമായിരിക്കുന്ന ഈ സംവിധാനത്തിന്റെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തത് ആരാണ്, എങ്ങനെയാണ് ചോർന്നു പോയത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ പഠനം നടത്താൻ വേണ്ടി തന്നെ സർക്കാർ തീരുമാനിച്ചതാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന മറുപടികളും രൂപങ്ങളൊന്നും ഇപ്പോഴും പ്രകടമായിട്ടില്ലെങ്കിലും വലിയ സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ ആക്രമിച്ച 151ഓളം മിസൈലുകൾ വെച്ചുകൊണ്ട് ആക്രമിച്ചതിൽ 90% തങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ ആ ലക്ഷ്യം കാണണമെങ്കിൽ ഇസ്രായേലിന്റെ അകത്തുള്ള ഇത്രയും മേഖലയെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ധാരണ ഇറാൻ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. ഡ്രോൺ പരീക്ഷണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ആകാശത്ത് കൂടി ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പലതിനെയും തങ്ങൾ തുരത്തിയിട്ടുണ്ട് എന്നുള്ളതും ചിലതിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. ഈ കുഞ്ഞു രാജ്യത്തിന്റെ അതീവ രഹസ്യമായിരിക്കുന്ന മേഖല ചോർത്തി കൊടുക്കാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കല്ലാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്നവർക്കല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ ഇസ്രായേൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ അവസാനിക്കാവുന്ന യുദ്ധം 1 കൊല്ലം 3 മാസമായിട്ടും എവിടെയും എത്താത്ത ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ അകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിന് പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സർക്കാർ ഉണ്ടാക്കുന്നു. രാജ്യത്തിന്റെ അകത്ത് പുറത്ത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലെല്ലാം ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അകത്തുള്ള നല്ലൊരു ശതമാനം ജനങ്ങളും പാലസ്തീൻ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമായിട്ടൊരു സ്വന്തം റിപ്പബ്ലിക് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ നിലപാട് തന്നെ ഇസ്രായേൽ സർക്കാരിനോട് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു രാജ്യമാവാത്തിടത്തോളം കാലം നമ്മൾ എന്തിനില്ല സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി ജൂത വിഭാഗത്തിന് സാധിക്കുകയില്ല. അവർക്ക് സ്വതന്ത്ര റിപ്പബ്ലിക്കായി നൽകി അവരുടെ ദേശത്തിലും അവരുടെ അവകാശത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ എന്തുണ്ടാവും,
സുരക്ഷിതപരമായ രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് സർക്കാരുണ്ടാവണം. കാര്യമെന്ന് പറയുന്നത് ഗസയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളിൽപ്പെട്ടവർക്ക് മുറിവേറ്റ ഒരു യുദ്ധമാണ് ഇത്. ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ മുറിപ്പാട് ഇസ്രായേൽ ഗാസക്കാർക്ക് നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ഉണ്ടാകാൻ പോകുന്ന തലമുറ പോലും ഭാവിയിൽ തങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുമ്പോൾ തങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ പറ്റുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്തുള്ള ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത അതിർത്തി പങ്കിടുന്ന രാജ്യം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? കാരണം വലിയ രീതിയിലെ മുറിപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ഗാസയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീന് നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ മാറ്റങ്ങൾ വരണം. അവരും ജീവിക്കാൻ അവകാശപ്പെട്ടവരും സ്വന്തമായി ഭൂമിയുള്ളവരും നമ്മളെപ്പോലെ ദേശമുള്ളവരുമാണ്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുക, അവരുടെ അവകാശങ്ങൾ മാനിക്കുക. ഈ നിലപാടിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ മാറിയത് അല്ലെങ്കിൽ ജനങ്ങൾ അഭിപ്രായം പറയൽ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള യുദ്ധത്തിന് ശേഷമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രയും കാലം പറയാത്ത അഭിപ്രായങ്ങൾ, ചർച്ച ചെയ്യാത്ത അഭിപ്രായങ്ങളൊക്കെയാണ് ഇപ്പോൾ ദേശത്തിൽ നിന്നും പുറത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് സാറാ നെതന്യാഹുവിനെതിരെ അഴിമതിയോട് ഉണ്ടായ സമയത്ത് അവിടുത്തെ വിഷയങ്ങളും അവിടുത്തെ പ്രതിസന്ധികളും അതിരൂക്ഷമായി തുടരുകയാണ്. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബങ്കറിൽ വെച്ചുകൊണ്ട് നിർദ്ദേശം നൽകുന്ന ഒരു രീതിയിലേക്ക് ഇസ്രായേൽ സർക്കാർ മാറിയിരിക്കുന്നു. നിലവിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ബങ്കറിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ചികിത്സാ സംബന്ധമായ രീതിയിലെ കാര്യത്തിനാണെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ബങ്കറിൽ നിന്ന് സംബോധന ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും വലിയ സുരക്ഷിതത്വമുള്ള, ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള, സൈനിക സംവിധാനമുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബങ്കറിന്റെ അകത്ത് നിന്നുകൊണ്ട് സൈനികർക്ക് നിർദ്ദേശം നൽകേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്നുകൂടി ഇപ്പോഴത്തെ ചില മീഡിയകൾ അഭിപ്രായം പറയുന്നുണ്ട്. കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്ഥിതിയല്ല ഇസ്രായേൽ ഉള്ളത്. അതിൽ നിന്ന് വിഭിന്നവും വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.